So he came and asked the servant of God to stop speaking. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ആരുടെ അനുവാദത്തോടാണ് ഇവിടെ പ്രസംഗിക്കുന്നത്? And he asked, with whose permission are you speaking here? ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, രാജാവിന്റെ അനുവാദത്തോടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. I speak with the permission of the king. ഉടനെ ഈ മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചു, അനുവാദപത്രം ഒന്ന് കാണിക്കാമോ? Can you show me the letter of permission? അദ്ദേഹം പറഞ്ഞു, ഈ പ്രസംഗം തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. He said, let me complete the message and after that I will show you that. പ്രസംഗം തീരുന്നവരെ ഈ മനുഷ്യൻ അവിടെ വെയിറ്റ് ചെയ്തു. So the courtman had to wait there until the message. പ്രസംഗം തീർന്നപ്പോൾ അനുവാദപത്രം കാണുവാനായി അദ്ദേഹം ഈ ഉപദേശിയുടെ അടുക്കലേക്ക് ചെന്നു. When the meeting was over, he went to the evangelist to see the letter of permission. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ അദ്ദേഹം തുറന്ന് കാണിച്ച് വായിച്ചു കൊടുത്തു. He opened the Bible from Matthew chapter 28 and verses 18 onwards. He began to read. സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. I've been given all authority on the heaven and earth. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് Therefore you go. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. And you baptize people in the name of the Father and Son and Holy Spirit. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ള ആ വചനം കാണിച്ചു കൊടുത്തു. And you teach the whole nation and make the entire nation my disciples. ഒരു പക്ഷെങ്കിൽ ഈ മനുഷ്യൻ വിചാരിച്ചത് അന്ന് ഭരിക്കുന്ന രാജാവിന്റെ പത്രമാണ്. So the courtman thought that must be the letter of authority from the king who was ruling. ദൈവമക്കളെ, ദൈവദാസന്മാരെ നാം വഹിക്കുന്നത് സ്വർഗീയ രാജാവിന്റെ സന്ദേശമാണ്. The message from the heavenly king. Amen. Amen. നാം ഈ വലിയ സന്ദേശം വഹിക്കുന്നവരാണ്. We are the carriers of this great message. ഈ പോസ്റ്റൽ സ്റ്റാമ്പിനോട് ചോദിച്ചാൽ മറ്റൊരു കാര്യം പറയും. If you ask the postal stamp, it will tell you one more thing. എന്നെ അയച്ചിടത്തേക്ക് ഞാൻ പോകുന്നു. I go to where I am sent to. Amen. ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു കത്തയച്ചാൽ അങ്ങോട്ട് തന്നെ പോകും. If you send a letter from here to India, it will go only to that direction. അല്ലാതെ പോകുന്നതും ചിലപ്പോൾ കാണുമായിരിക്കും. Some may be going on the wrong way. Praise God. Hallelujah. എന്നാൽ അയച്ചിടത്തേക്ക് തന്നെ പോകണം. It must be going to where it has been sent. ദൈവം നമ്മെ അയച്ചിടത്തേക്കാണ് നാം പോകേണ്ടത്. We should be going to where. അതിന് വിപരീതമായി പോയ അനേക ദൈവദാസന്മാരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. We can see the history of many other people who went on the wrong side. വേദപുസ്തകത്തിൽ നമുക്ക് അതിന്റെ ഉദാഹരണങ്ങൾ കാണുവാൻ കഴിയും. We have examples even from the Bible. യോനാ എന്ന് പറയുന്ന പ്രവാചകനെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു. We read like this about the prophet Jonah. Praise God. ദൈവം അവനെ അയച്ചിടത്തേക്കല്ല അവൻ പോയത്. He didn't go to the place where God sent him. അവൻ നിനവയിലേക്ക് പോകാതെ തർശീസിലേക്ക് പോകുവാൻ തുടങ്ങി. Instead of Nineveh, he decided to go to Tarsus. അതിന്റെ അനന്തരഫലമായി സംഭവിച്ചത് നമുക്കറിയാം. You know the consequences of it. ഇന്ന് രാത്രി ദൈവം നമ്മെ എവിടെയാക്കുന്നുവോ അവിടെ നാം ആയിരിക്കാനാണ് നാം ആഗ്രഹിക്കേണ്ടത്. We should be deciding to be where God wants us to be. Praise God. സ്വന്തമായി നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോകുവാനല്ല. We cannot be going where we want to be going. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുവാനല്ല. Not to be doing what we like. കർത്താവ് നമ്മെ ആക്കുന്നിടത്ത് നാം വിശ്വസ്തരായി നിലകൊള്ളണം. Should be faithful where the Lord is placed. ദൈവം നമ്മെ അയക്കുന്നിടത്ത് where the Lord sends us, വിശ്വസ്തരായി നാം നിലകൊള്ളണം. we should be standing faithful. Praise God. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. That's what God wants us. ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ. Let me tell you one thing today. ഒരിക്കൽ D.L. Moody എന്ന് പറയുന്ന ദൈവഭക്തൻ ഇങ്ങനെ പറഞ്ഞു. D.L. Moody, the great servant of God, spoke like this. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന, ദൈവം ഉപയോഗിക്കുന്ന, ദൈവം അയച്ച ഒരു മനുഷ്യനെ ലോകം ഇനിയും കണ്ടിട്ടില്ല. The world is yet to see a man of God that God has sent. Praise God. Hallelujah. രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവേ, നീ അയച്ച ആ മനുഷ്യൻ ഞാനായിരിക്കണമേ എന്ന്. Let us pray to God tonight. Lord, I must be the person that you have sent. ചാൾസ് ഫിന്നി എന്ന് പറയുന്ന ഒരു മിഷണറിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. I've heard about Charles Finney. അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. He came to the Lord at a very young age. താനൊരു ബാലനായിരിക്കുന്ന സമയത്ത് when he was still a little boy, ഇതുപോലെ ഒരു സുവിശേഷ യോഗം നടക്കുകയാണ്. there was a gospel meeting going on like this. ആ സുവിശേഷ യോഗത്തിൽ പ്രസംഗത്തിന്റെ ഇടയിൽ സ്തോത്രകാഴ്ച എടുക്കുവാനുള്ള സമയം വന്നു. In the middle of the meeting there was time for offering. സ്തോത്രകാഴ്ച പാത്രം ഓരോരുത്തരുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ പോകുകയാണ്. The offering box was moving from hands to hands. ഈ ചാൾസ് ഫിന്നി തന്റെ എല്ലാ പോക്കറ്റിലും തപ്പി നോക്കി. This young man searched in all his pockets. ഒരു പെൻസ് പോലും തന്റെ കയ്യിൽ എടുക്കുവാനില്ലായിരുന്നു. He didn't have a single penny to take. ആ സ്തോത്രകാഴ്ച പാത്രം തന്റെ കയ്യിൽ വാങ്ങിച്ചിട്ട് മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു. He took hold of the offering bag and spoke like this. ആ കൊച്ചു ബാലൻ ഇങ്ങനെ പറഞ്ഞു. The little boy spoke like this. കർത്താവേ, നിനക്ക് വേണ്ടി തരുവാൻ എനിക്കൊന്നുമില്ല. Lord,
I got nothing to give for you. എന്നാൽ ഞാൻ എന്നെ തന്നെ നിനക്ക് വേണ്ടി തരുന്നു. I am giving myself to you. Praise God. Hallelujah. ആ മനുഷ്യനാണ് പിൽക്കാലത്ത് ഉണർവിന്റെ ഒരു വക്താവായി യൂറോപ്പിൽ ദൈവം ഉപയോഗിച്ച ചാൾസ് ഫിനി എന്ന് പറയുന്ന ദൈവദാസൻ. That was Charles Finney, who became one of the great evangelists who reformed the continent of ഇത് Europe. പോയക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, Today the Spirit of the Lord is telling us, ദൈവം അയച്ച മനുഷ്യന്മാരായി നാം മാറണം. we should become the men that God has sent. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, The Gospel of John we read like, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, a man came as God sent him. അവന് യോഹന്നാൻ എന്ന് പേര്. His name was John. പ്രിയ യുവതി യുവാക്കന്മാരെ, Dear young men and ഈ women, PYP-യിലെ അംഗങ്ങളായി അല്ലെങ്കിൽ യുവതി യുവാക്കളായി വിവിധ സഭകളിൽ സംബന്ധിക്കുന്നതായ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, my dear brothers and sisters who attend different churches, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. these days you should pray. Praise God. Hallelujah. കർത്താവേ, നീ അയച്ച മനുഷ്യൻ ഞാനാകണം. Lord, I must be that person that you have sent. Praise God. നിന്റെ അംബാസഡറായി ലോകത്ത് എനിക്ക് പ്രവർത്തിക്കണം. I want to live in this world, work in this world. നിന്റെ അംബാസഡറായി ലോകത്ത് എനിക്ക് നിലകൊള്ളണം. I should be your ambassador in this world. നീ അയച്ചെടുത്ത വിശ്വസ്തനായി എനിക്ക് I want നിൽക്കണം. to be faithful where you sent me. നിന്റെ സന്ദേശം ലോകത്തോട് എനിക്ക് വിളിച്ചു പറയണം. I want to reveal your message to the Praise the world. Lord. Hallelujah. ഒരു കാര്യം കൂടെ ഓർക്കണം. One more thing. ഈ അംബാസഡർ ഒരു രാജ്യത്ത് നിയമിക്കപ്പെട്ടാൽ, When the ambassador is appointed in a nation, ഈ രാജ്യങ്ങൾ തമ്മിലുള്ളതായ ആ ഡീല് വളരെ സ്മൂത്തായി നടക്കുന്ന സമയത്തോളമേ അംബാസഡറെ കാണുകയുള്ളൂ. the ambassador will be there so long as the bilateral relation between these two nations are smooth. എന്നാൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകുവാൻ തുടങ്ങിയാൽ, But if there happens to be a crisis between these two nations, അവര് തമ്മിൽ യുദ്ധമുണ്ടാകുവാനുള്ള സാധ്യത വന്നാൽ, if there is possibility of warfare between these two, ഒന്നാമത് രാജ്യം ചെയ്യുന്നവരുടെ അംബാസഡറെ തിരികെ വിളിക്കുകയാണ്. the first thing that the nation do is to call back the ambassador. Praise God. Hallelujah. നാമെ തിരികെ വിളിക്കുവാൻ സമയമായി. There is a time for us to be called back. ഈ ലോകത്തിൽ നാം ലോകക്കാരോട് പറയുവാൻ നമുക്കൊരു സന്ദേശമുണ്ട്. We got a message to tell the world. ക്രിസ്തുവിന് പകരം നാം ലോകത്തോട് വിളിച്ചു പറയുന്നു, Instead of Jesus, we are telling the നിങ്ങൾ world, ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. you must be reconciled Praise to God. God. എന്നാൽ എന്നുമെന്ന് നാം ഇവിടെ കാണുകയില്ല. We won't be here all the time. ദൈവസഭ എന്നുമെന്ന് ഇവിടെ കാണുകയില്ല. We won't be here all the നാം ഈ time. ദിവസങ്ങളിൽ കേൾക്കുന്നത് പോലെ As we've been listening to these days, നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ സമയമായി. we're going to be taken away from നമ്മുടെ this world. കർത്താവിന്റെ അടുക്കലേക്ക് നമ്മെ അവൻ തിരികെ വിളിക്കുന്ന സമയമാണ്. We're going to be called back to our Lord. Praise the Lord. അതിനായി നമുക്ക് ഒരുങ്ങാം. Let's be ready for that. നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ May the Lord, I pray that the Lord will bless ഈ us. സമയം അനുവദിച്ച PYP-യുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ബ്ലസ്സിനോടും സെക്രട്ടറി ആയിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് മോഹനോടും മറ്റ് കൗൺസിൽ മെമ്പേഴ്സിനോടും എല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്ന കർത്താവ്. I also